അതായത് ഈ കഴിഞ്ഞ വർഷം ജൂലൈ 30 രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമ്മളെ വലിയ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അത് നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന ഒരു ശബ്ദം, ഈ ഒരു ചെറിയ തരിപ്പ്, ഈ റോഡ് ഇഞ്ചിനൊക്കെ പോകുമ്പോൾ ഒരു തരിപ്പുണ്ടാവും, അത് പിന്നെ ചെറിയൊരു കാറ്റ്, പിന്നെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചി മഞ്ഞളിന്റെ ഒക്കെ ഒരു സ്മെല്ല്. അപ്പോഴാണ് എൻ്റെ മരുമോള് പിന്നെ അവിടുന്ന് മോന് വിളിക്കുന്നു, മൂത്ത മോന് വിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പച്ചി ചൂരൽമലയും മുണ്ടക്കയും ഒക്കെ പോയി ഉപ്പച്ചിയെന്ന് തന്നെ. അതെ, ചൂരൽമലയും മുണ്ടക്കയും പോയിരിക്കുന്നു. അതെങ്ങനെയാണ്? കേവലം ഒരു മഴ പെയ്തതിന്റെ പ്രതിഭാസത്തിൽ ഉരുൾപൊട്ടലുണ്ടായതല്ല. വർഷങ്ങളായി നടന്നു വന്ന അനധികൃത കൺസ്ട്രക്ഷനാണ് ആ നാടിന്റെ നടുവൊടിച്ചത്. വലിയ അപകടങ്ങൾ നമ്മുടെ നാട്ടിലും ഇതുപോലെ പതുങ്ങിയിരിപ്പുണ്ട്. ചീരട്ടാമല പ്രദേശത്ത് പ്രവർത്തിക്കുന്ന അനധികൃത ചെങ്കൽ കോറികൾക്ക് ആ നാടിനെ തകർക്കാൻ വലിയ ആപത്തുണ്ട്, കെൽപ്പുണ്ട്. എങ്കിലും അവർ അനധികൃതമായി വീണ്ടും ഖനനം തുടർന്നുകൊണ്ടിരിക്കുന്നു. അധികാരികൾ കണ്ണടച്ച് മൂലക്കിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അനധികൃതമായി പ്ലാന്റേഷൻ ഭൂമിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ക്വാറി, അത് മണ്ണിട്ട് മൂടുന്ന കാഴ്ചയാണ്. അവർക്കെതിരെ നടപടി വരും എന്നുറപ്പായപ്പോൾ അതിന്റെ ആഘാതം കുറക്കാൻ വേണ്ടി മണ്ണിട്ട് മൂടുന്നു. ഇതിനവർക്ക് വേണ്ട മുഴുവൻ സഹായങ്ങളും വിശ്വസനീയമായ സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്നു എന്നതാണ് ഇതിൽ അത്ഭുതപ്പെടുത്തുന്നത്. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ അഴിഞ്ഞാട്ടം ഈ നാട്ടിലുള്ളപ്പോൾ എങ്ങനെയാണ് ഇത്തരം കോറികൾ പ്രവർത്തിക്കാതിരിക്കുക? കേവലം വിരലിലെണ്ണാവുന്നവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ അപകടത്തിലേക്ക് നിങ്ങൾ തള്ളിവിടുന്നു. ചീരട്ടാമല പ്രദേശത്ത് സർവേ നമ്പർ 73-ൽ 1 ഏക്കർ 70 സെന്റ് സർക്കാർ ഭൂമിയുള്ളതായി കണക്കാക്കപ്പെടുന്നു. എന്തുകൊണ്ട് അവിടെയുള്ള ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ഈ ഭൂമി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കൊടുക്കുന്നില്ല? അതിന് പിന്നിൽ ഈ കോറി മാഫിയക്ക് കൃത്യമായ പങ്കുണ്ട്. അനവധി വർഷങ്ങളായി പരാതികളും അപേക്ഷകളും ആദിവാസികൾക്ക് ഭൂമി വിട്ടു ലഭിക്കണമെന്ന് പറഞ്ഞ് കളക്ടർ മുമ്പാകെ വരെ ലഭിക്കുന്നു. ഇതുവരെ അവർക്ക് ആ ഭൂമി ലഭിക്കുന്നതിന് ഒരു നടപടിയും സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല എന്നത് വലിയ പോരായ്മയാണ്. സർക്കാർ മിച്ചഭൂമിയിലും പ്ലാന്റേഷനുകളിലും കയറി നിലവിൽ ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അനധികൃത കോറി മാഫിയക്ക് വേണ്ടിയാണോ ഈ ഇടപെടലെന്നും സംശയാസ്പദമായി പരിശോധിക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥരെ, പണിയെടുക്കൂ, പാവങ്ങളെ രക്ഷിക്കൂ.